സ്തോത്രം, ഹല്ലേലൂയ. പത്രോസിനെ കാരാഗ്രഹത്തിലാക്കുമ്പോൾ സഭ പ്രാർത്ഥിക്കുന്നത് ഭൗതിക വിഷയത്തിന് വേണ്ടിയല്ല, സാമ്പത്തിക വിഷയത്തിന് വേണ്ടിയല്ല. അവരുടെ ആകെ ഒരൊറ്റ പ്രാർത്ഥനാ വിഷയം, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് പുറത്തു വരണം. സ്തോത്രം, ഹല്ലേലൂയ. സാധ്യതകൾ മുഴുവനും ഓപ്പോസിറ്റാ, ചാൻസ് മുഴുവനും നെഗറ്റീവാ. സ്തോത്രം. തൊട്ടു മുമ്പ് ഒരുത്തനെ കൊന്നു കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു മരണം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഏത് മൊമെന്റ് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രോസ് അവിടെ കിടന്നുറങ്ങുകയായിരുന്നു എന്നാ വചനം പറയുന്നത്. സ്തോത്രം. ചുറ്റുപാടുകളിൽ എന്തും സംഭവിച്ചോട്ടെ, അപ്പുറത്തും ഇപ്പുറത്തും എന്ത് സംഭവിച്ചോട്ടെ, 91-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞു, 1000 നിന്റെ വശത്തും 10,000 നിന്റെ വലത്തുവശത്ത് വീണാലും അതിന്റെ നടുവിലൂടെ ദൈവം വഴി നടത്തും. പറഞ്ഞതിന്റെ സാരം, 1000 ഇപ്പുറത്ത് വീണെന്നിരിക്കാം, 10,000 ഇപ്പുറത്ത് വീണിരിക്കാം, 10,001 ഹല്ലേലൂയ 11,001 നടുവിലൂടെ നീ ഒരൊറ്റ വ്യക്തിയായി നടക്കും. കാരണം നിന്നെ നടത്തുന്നത് നിന്റെ കഴിവല്ല, നിന്നെ നടത്തുന്നത് നിന്റെ പുണ്യപ്രവർത്തിയല്ല, നിന്നെ വഴി നടത്തുന്ന സർവ്വ സൃഷ്ടാവാകുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഏത് പ്രതിസന്ധിയുടെ നടുവിലും എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഉപവാസത്തിന്റെ Yes. 12-ാം പകലിൽ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വൃഥാ ആയി മാറത്തില്ല. ഹല്ലേലൂയ. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഹല്ലേലൂയ. അവരുടെ പാസ്റ്റർ കാരാഗ്രഹത്തിലാ. പത്രോസിന് വിടുവിക്കപ്പെടണം, പത്രോസ് പുറത്തിറങ്ങണം, പത്രോസിന് മേൽ ദൈവപ്രവൃത്തി സംഭവിക്കണം, കാരാഗ്രഹത്തിൽ ദൂതനിറങ്ങണം, കാരാഗ്രഹത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേണ്ട സ്തോത്രം, ഹല്ലേലൂയ, 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ ഭവനത്തിലെത്തി. അവിടെ അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. തൊട്ട് താഴോട്ടുള്ള വാക്യം നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാൻ കഴിയും. അവിടെ ഇങ്ങനെ, ഹല്ലേലൂയ, സ്തോത്രം, പത്രോസ് ആ കതകന് മുട്ടുമ്പോൾ, ഹല്ലേലൂയ, രോദ എന്ന് പേരുള്ള സഹോദരി വന്ന്, ഹല്ലേലൂയ, വാതിൽ തുറന്നിട്ട് പേടിച്ചകത്തോട്ട് പോകുന്നു. കാരണം അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം ദേ വാതിൽക്കൽ വന്നു. ഞാൻ ഇങ്ങനെ പറയും, പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിനേക്കാളും മുൻപ്, പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിനേക്കാളും മുൻപ്, ആ പ്രാർത്ഥന നിർത്തുന്നതിനേക്കാളും മുൻപ് ആ പ്രാർത്ഥനയുടെ മറുപടി ഭവനത്തിൽ എത്തിയെങ്കിൽ, ഇന്ന് ഈ ഫാസ്റ്റിംഗ് പ്രയർ അവസാനിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചു തുടങ്ങിയ ചില വിഷയങ്ങൾക്കകത്ത്, സാമ്പത്തിക, ഭൗതിക, ആത്മീക സമസ്ത വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കരം തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. യെശയ്യാവ് 60:22 വചനം പറയുന്നു, God will make it happen at the right time. സ്തോത്രം. ഇന്നലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു, ദൈവത്തിന്റെ റൈറ്റ് ടൈം ഉണ്ട്. ആ റൈറ്റ് ടൈമിൽ ഏതൊക്കെ സാഹചര്യം, ഏതൊക്കെ തലത്തിൽ നിന്നാലും വിളിയുള്ളവനെ പൊട്ടിക്കിളിപ്പിക്കുന്ന ഒരു സീസൺ ഉണ്ട്. ആ സീസണിന്റെ അകത്ത് ദൈവം ആക്കി വെച്ചിരിക്കണം. ദൈവമക്കളെ നോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഹലോ, ദൈവത്തിന്റെ പ്രവൃത്തി റൈറ്റ് ടൈമിൽ വെളിപ്പെടും. നമ്മുടെ ടൈം അല്ലായിരിക്കും ദൈവത്തിന്റെ ടൈം. ദൈവത്തിന്റെ റൈറ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ പ്രവചനം 37-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷക്തനെ ദേണ്ട, ഹല്ലേലൂയ, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ, അസ്ഥി കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിന് നടുവിലൂടെ നിർത്തുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അസ്ഥി കൂമ്പാരമാ ഫ്രണ്ടില്, ഒരു സാധ്യതയുമില്ല. ആ അസ്ഥികളെ കുറിച്ച് പറയാൻ ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയാ. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു തലവുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു ചാൻസും ഇല്ല, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല, ഈ വിഷയത്തിനകത്തുകൊണ്ട് പുറത്തോട്ട് വരുവാൻ ഒരു ചാൻസും ഇല്ല. എന്നാൽ ഞാൻ പറയട്ടെ, വിളിച്ചത് ദൈവമാണോ? ഇന്നേവരം കൊണ്ടുവന്നത് ദൈവമാണോ? ഇന്നേവരം വഴി നടത്തിയത് ദൈവമാണോ? ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച ചില വിഷയങ്ങൾ, ഇത് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ടൈമിൽ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കരങ്ങൾ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയാട്ടെ. എല്ലാ കണ്ണുകൾ ദൈവത്തിൽ അടച്ചാട്ടെ. സാധ്യത ഇല്ലാത്തടത്ത് സാധ്യതയെ കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അകത്ത് പത്രോസ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ വിഷയത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ, ഇന്നും ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് വെള്ളത്തിന് മീതെ
പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ്, സിഹിയോന്റെ മാളിക മുറിയിൽ ഇറങ്ങിയതേ പരിശുദ്ധിയാത്മാവ്, ഏത് വ്യക്തിയെയും നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു സ്തോത്രം, സ്വർഗം പ്രോമിസ് ചെയ്ത ഒരൊറ്റ കാര്യം, സ്വർഗം ഏറ്റവും വലിയതായി കാണുന്ന ഒരൊറ്റ കാര്യം, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് യാചിക്കുന്ന ഏവർക്കും ലഭിക്കും. അതിന്റെ പകർച്ചകളുടെ ദിവസങ്ങളായി അതിനെ ദൈവം പകരുന്നതിന്, അതിന്റെ തലങ്ങൾ മാറുന്ന ദിവസങ്ങളാക്കി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളെ മാറ്റട്ടെ. ഓവർ ടു കുഞ്ഞുമോൻ ബ്രദർ. ഗോഡ് ബ്ലസ് യു. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും കരങ്ങളടിച്ച് കർത്താവ് ദാസിനെ വെൽക്കം ചെയ്താട്ടെ. ഓവർ ടു യു ബ്രദർ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ദേവദാസനെ രാവിലെയാണ് വിളിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്, കർത്താവെ, ഉപവാസത്തിൽ ഈ ദിവസങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഇതിൽ ജോയിൻ ചെയ്യുന്നവരോട് പരിശുദ്ധാത്മാവ് എന്താണ് പറയേണ്ടത്? കർത്താവെ, എന്നോട് സംസാരിക്കണം. ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നു. അപ്പോൾ ദൈവാത്മാവ് സുബിൻ ദേവദാസൻ പറഞ്ഞ അതേ പോയിന്റ്, അതേ വാക്യങ്ങൾ, അതേ അധ്യായങ്ങളാണ് എന്നെ കാണിച്ചത്. അത് ഞാനൊരു പേപ്പറിനകത്ത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇനി പറയണമെന്ന് എനിക്ക്, ആമേൻ, ഹല്ലേലൂയ, അതെല്ലാം ദേവദാസൻ പറഞ്ഞു. എങ്കിലും ദൈവം തന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ കർത്തദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോസിൻ ബ്രദറെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസൻ, ഹല്ലേലൂയ, വർഷങ്ങളായി ഞങ്ങൾക്ക് പരിചയങ്ങളുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തവരാണ്. പ്രത്യേക സുൻ ബ്രദർ, ആമേൻ, ജോസിൻ ബ്രദർ, ഇവരെല്ലാം നമ്മളെല്ലാം ഒരുമിച്ച് ശുശ്രൂഷ ഈ അബുദാബിയുടെ മണ്ണിൽ ചെയ്തവരാണ്. ദാസന്റെ ഈ പ്ലാറ്റ്ഫോമിൽ അനേക കാര്യങ്ങൾക്ക് വിടുതലും ആശ്വാസവും ലഭിക്കുന്നു. അത് ഞങ്ങൾ യൂട്യൂബിലൂടെ ആയാലും, ആമേൻ, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ കാണുന്നു. ദൈവം ധാരാളമായും സമൃദ്ധിയായും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ ഈ നാളുകളിൽ ഈ പ്ലാറ്റ്ഫോമിനകത്തൂടെ കാണുവാൻ സ്വർഗത്തിൽ അപ്പൻ ഇടയാക്കുന്നു. അതിനെല്ലാം ദൈവത്തിനാണ് മഹത്വം. നമുക്ക് പറയാനോ പുകഴാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നുമില്ല. ഹല്ലേലൂയ. മനുഷ്യർ നമ്മളെ മാറ്റി നിർത്തിയാലും, മനുഷ്യർ നമ്മളെ തള്ളിക്കളഞ്ഞാലും, മനുഷ്യർ നമ്മളെ കുറ്റം വിധിച്ച് മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്ത ഒരു തമ്പുരാൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. പല ഇടങ്ങളിലും പല സന്ദർഭങ്ങളിലൊക്കെ, ആമേൻ, ഹല്ലേലൂയ, വേർതിരിവുകൾ കാണിക്കുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും, പദവികൾ നോക്കി മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ജോലികൾ നോക്കി മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ കുലമഹിമകൾ നോക്കി മാറ്റി നിർത്തുമ്പോഴും ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു തമ്പുരാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവൻ, ഹല്ലേലൂയ, നമ്മൾ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇപ്പോൾ തന്നെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ, സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തുതികൾക്ക് യോഗ്യനായ ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആരാധനയ്ക്ക് യോഗ്യനായ ഒരു കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഓ റബ ഷാഥ. ആമേൻ. വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം കർത്താവിന് മാത്രമാണ് ആ പേര് നൽകിയിട്ടുള്ള. അവൻ അത്ഭുത മന്ത്രി. പല മന്ത്രിമാരുണ്ട്, പല രാജാക്കന്മാരുണ്ട്, പല ഭരണാധികാരികളുണ്ടെങ്കിലും, ഹല്ലേലൂയ, ലോകത്തെ കീഴടക്കിയ ഒറ്റ സെക്കൻഡ് കൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ തമ്പുരാൻ, ഊറവൽ ഘടകധനക നമ്മളെ കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ ഇതിനെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ ഇന്ന് നടക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഈ പ്ലാറ്റ്ഫോമിനകത്ത് വന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. ഈ പ്ലാറ്റ്ഫോമിനകത്ത് വന്ന് വചനം പറയുന്നത് വെറുതെയല്ല. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഹല്ലേലൂയ പാടുന്നത് വെറുതെയല്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ആമേൻ, ഇന്ന് പകൽക്കാലം, ആമേൻ, അനുഭവിക്കുവാൻ തയ്യാറാകുക. ദൈവം ധാരാളമായി സമൃദ്ധി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ദേവദാസനെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ വിളിച്ച് സംസാരിപ്പാനും, ഹല്ലേലൂയ, നല്ല നല്ല, ആമേൻ, കാര്യങ്ങൾ പറയാനൊക്കെ സ്വർഗത്തിൽ അപ്പൻ ഇടയാക്കി. തന്റെ ദാസന്റെ പ്ലാറ്റ്ഫോമിൽ അനേക കാര്യങ്ങൾ, ഹല്ലേലൂയ, അനുഗ്രഹം പ്രാപിക്കട്ടെ, നന്മ പ്രാപിക്കട്ടെ. അതിനുപരി സ്പിരിച്വലായി വളരുവാനുള്ള ഒരു വേദിയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്നെ എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു ചിന്ത എസ്രയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായമാണ്. അത് സുബിൻ ദേവദാസൻ കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും
ഹല്ലേലൂയ. ആ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി. അവ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയോ അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒറ്റ കാര്യമാണ്, ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ഹല്ലേലൂയ. യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു, താഴ്വരയുടെ അസ്ഥികൾ നിറഞ്ഞു കിടക്കുന്ന, ഒരു സാധ്യതകളുമില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരു സാധ്യതയുമില്ല, ഉണങ്ങിയ അസ്ഥികളാണ്. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ അവനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എന്തിനാണ് ഈ ചുറ്റിച്ചത്? ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ചുറ്റി എന്നാൽ ഒരു പ്രാവശ്യം ചുറ്റിയാ പോരെ എഴുതുന്ന. അപ്പോൾ ഇവിടെ എഴുതി വെച്ച് 2 പ്രാവശ്യം ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ഹല്ലേലൂയ. നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ ഒത്തിരി ചുറ്റാറുണ്ട് പല കാര്യങ്ങളും. ഹല്ലേലൂയ. എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ പ്രയാസപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒത്തിരി പേര് പ്രയാസപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഒത്തിരി ചുറ്റിയവരുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ. ജോലിയുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ജോലി നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, എത്രയോ പേർ ഹല്ലേലൂയ ചുറ്റി നടക്കുന്നവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ആ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത്, ഹല്ലേലൂയ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത്, ഒരിക്കലും ഇനി സാധ്യത ഇല്ലെന്ന് പറഞ്ഞെടുത്ത്, ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അവന്റെ മേൽ വന്നപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ പറഞ്ഞെടുത്ത് ആമേൻ. ഹാലലൂയ ഒരിക്കലും ഇനി മുന്നോട്ട് പോകുവാൻ ഹാലലൂയ എത്ര പേരത് വിശ്വസിക്കുന്നു? ആമേൻ. ഹാലലൂയ. നിങ്ങൾ ഒരു പക്ഷെ അനുഭവിച്ചു കാണും, ഒരിക്കലും സാധ്യതയില്ലാത്ത മേഖലയിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചിട്ട് ആമേൻ അത് സാധ്യമായി വന്ന എത്രയോ ഇടങ്ങളുണ്ട്. ഓ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഇവിടെ നോക്കണം, ഹല്ലേലൂയ ഒരു സാധ്യതയും ഇല്ലാത്തടത്താണ് അവനെ കൊണ്ട് ചുറ്റി ചുറ്റി നടക്കുമാറാക്കിയത്. എന്നിട്ട് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവനോട് പറയുകയാണ്, അതിന്റെ 3-ാം വാക്യം, അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചു, നീ ഈ അസ്ഥികളോട് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഹല്ലേലൂയ. വചനം കേൾപ്പിൻ. ഹല്ലേലൂയ. വചനം ദൈവമാണ്. ഹല്ലേലൂയ. അത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. അത് നമ്മുടെ നാവിൽ ആമേൻ ആക്കി വെച്ചിരിക്കുകയാണ്. വചനം കർത്താവ് നമ്മുടെ നാവിനകത്താണ് ഇരിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ ചിലത് ഉളവായി വരും. നിങ്ങൾ പറയുമ്പോൾ അത് സംഭവിക്കും. നിങ്ങൾ ആമേൻ ഹല്ലേലൂയ അസാധ്യമെന്ന് പറയുന്ന അതിനെ നോക്കി നിങ്ങൾ പ്രവചിച്ചാൽ, ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായി പറയാം, വചനം ക്രിയ ചെയ്യും. വചനം അത്ഭുതങ്ങളെ കൊണ്ടുവരും. എവിടെയാണ് അസാധ്യമായ കാര്യങ്ങൾ നടക്കുന്നത്, എവിടെയാണ് അസാധ്യം ഇത് നടക്കത്തില്ല എന്ന് പറയുന്നത്, അവിടെ നോക്കി നിങ്ങൾക്ക് പ്രവചിക്കുവാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ മേലെ ഇറങ്ങും. ഹല്ലേലൂയ. ഓ റബലഹടക ശന്തരാധനാരഘടക. നിങ്ങൾ വിചാരിക്കും, ഇത് നടക്കത്തില്ല, ഇതെങ്ങനെ മുന്നോട്ട് പോകും, ഇനി മുന്നോട്ട് പോകുവാൻ സാധ്യതയില്ലല്ലോ, ഹല്ലേലൂയ ഒരു സാധ്യതയുമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിന് സകലതും സാധ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ അത്ര വലുതാണ്. ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ അതോറിറ്റി അത്ര വലുതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് പ്രവചിക്കാൻ ആമേൻ ഹല്ലേലൂയ മനസ്സുണ്ടോ? ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ മനസ്സുണ്ടോ? ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കാൻ മനസ്സുണ്ടോ? ഇവിടെ നോക്കണം, ഹല്ലേലൂയ ആ മനുഷ്യനെ ആ താഴ്വരയുടെ നടുവിൽ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവൻ മാറി നിന്നില്ല. ദൈവത്തിന്റെ കൽപ്പനകൾ അതുപോലെ അനുസരിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ ഉണങ്ങിയ അസ്ഥികൾ ഹല്ലേലൂയ ഒരു സൈന്യമായി എഴുന്നേൽക്കുവാൻ ഇടയായി. നിങ്ങൾ നീറുന്ന, ഭാരപ്പെടുന്ന, നിങ്ങൾ പ്രതികൂലത്തിലാകുന്ന, നിങ്ങൾ പ്രയാസത്തിലാകുന്ന ആ പ്രതിസന്ധിയെ നോക്കി നിങ്ങൾക്കൊന്ന് പറയുവാൻ കഴിയുമോ?
ആമേൻ ഹല്ലേലൂയ, ആ പ്രതികൂലത്തെ മാറിപ്പോകും. ആ പ്രതികൂലം ആമേൻ നിങ്ങളെ വിട്ട് അകന്നു പോകും. ഹല്ലേലൂയ. ഓ നോക്കണം, ഇവിടെ സാധ്യതകളില്ല. ഹല്ലേലൂയ, ഒരു സാധ്യതയുമില്ല. പലരും സാധ്യതകൾ ഇല്ലാതെ വരുമ്പോൾ ആ വിഷയം വിട്ടേച്ചു പോകും. ഓ, ഇനി നടക്കത്തില്ല. ആമേൻ. ഒരു ജോലിക്കൊക്കെ നടന്ന് ഒത്തിരി ഭാരപ്പെട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ഒക്കെ നടന്നിട്ട്, ഓ ഇനി നടക്കത്തില്ല, ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ആ വിഷയം അവരെ വിടും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഒരു ഉറപ്പ് തരാം. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം, നിങ്ങളുടെ ഏത് വിഷയമാണോ, നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോകരുത്. ദൈവത്തിന്റെ കറക്റ്റ് ടൈമിൽ, ദൈവത്തിന്റെ കറക്റ്റ് സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി എന്റെ ദൈവം ഇറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹാലേലൂയ. ആമേൻ. ഹാലേലൂയ. അതുപോലെ ഹാലേലൂയ, നിങ്ങൾ എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് ഭാരമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, കടഭാരമായിക്കൊള്ളട്ടെ, വേദനയായിക്കൊള്ളട്ടെ, ആമേൻ ഹാലേലൂയ, നിങ്ങൾ ഉറപ്പോടെ നിൽക്കണം. കാരണം ഇത് ജീവിക്കുന്ന ദൈവമാണ്. ഓ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന മക്കൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ, അവർ ഹാലേലൂയ പ്രതിസന്ധികളെ നോക്കി പരാജയപ്പെടാനല്ല ദൈവം വിളിച്ചത്, അതിനെ നോക്കി കൽപ്പിക്കാനാ വിളിച്ചത്. ഹാലേലൂയ. ആമേൻ. ഏത് പ്രതിസന്ധി വന്നുകൊള്ളട്ടെ, ഏത് പ്രതികൂലം വന്നുകൊള്ളട്ടെ, ഏത് പ്രയാസം വന്നുകൊള്ളട്ടെ, അതിനെ അതിജീവിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? എത്ര പേര് അത് ആമേൻ പറയുന്നു? ഹാലേലൂയ. ഓ ഹാലേലൂയ. വലിയ ദൈവപ്രവൃത്തി ഈ പ്ലാറ്റ്ഫോമിനകത്ത് നടക്കാൻ പോവുകയാണ്. ഈ വലിയ അത്ഭുതങ്ങൾ ഇതിനകത്ത് നടക്കാൻ പോകുകയാണ്. ദേവദാസന്മാർ പറയുന്ന വാക്കുകൾ ആമേൻ അതുപോലെ അനുസരിച്ച്, അതുപോലെ റിസീവ് ചെയ്ത്, അതുപോലെ നിങ്ങൾ സ്വീകരിച്ച് വിശ്വാസത്താൽ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ചില അത്ഭുത വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സഭയ്ക്കകത്ത് നടക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഹാലേലൂയ. അതുപോലെ ഹാലേലൂയ അപ്പോസ്തല പ്രവർത്തികൾ, ആമേൻ ഹാലേലൂയ. സുബിൻ ദേവദാസൻ അത് പറഞ്ഞതാണ്, എങ്കിലും ഞാനത് ആമേൻ ഹാലേലൂയ ഒരിക്കൽ കൂടി അത് ഓർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ, ആമേൻ ഹാലേലൂയ, അപ്പോസ്തല പ്രവർത്തികൾ അതിന്റെ ഹാലേലൂയ രണ്ടാം വാക്യം. ഹാലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. ഹാലേലൂയ. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു ഇടിമുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. ഹാലേലൂയ. അഗ്നിജാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷരായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിച്ചു. ഹാലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ, ഹാലേലൂയ, ഇവിടെ അപ്പോസ്തലന്മാരെ ഒന്ന് എടുത്തു നോക്കിയാൽ, ഹാലേലൂയ, ആമേൻ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ, മുൻപുള്ള സാഹചര്യങ്ങളെ എടുത്തു നോക്കിയാൽ അവർ ആമേൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരായിരുന്നു, ആർക്കും വേണ്ടാത്തവരായിരുന്നു. ഹാലേലൂയ. പത്രോസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാപിയായ ഒരു മനുഷ്യനായിരുന്നു. ഹാലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഹാലേലൂയ അവന്റെ പടകിനകത്തിരുന്ന് സംസാരിച്ച് വചനം പറഞ്ഞപ്പോൾ അവൻ പറയുന്നൊരു പദമുണ്ട്, കർത്താവ്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. മാറ്റിയെടുത്ത് കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹാലേലൂയ. സമൂഹം ഒറ്റപ്പെടുത്തിയവരാ അപ്പോസ്തലന്മാർ. സമൂഹത്തിൽ ഉന്നത പദവികളിൽ ഇരുന്നവരല്ലവർ, സമൂഹത്തിൽ ഉള്ളവരല്ലായിരുന്നു. അവരെ ആരും മൈൻഡ് ചെയ്യാതെ, ആമേൻ ഹാലേലൂയ, അവരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരായിരുന്നു. ഹാലേലൂയ. അപ്പോസ്തലന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തത് ഹാലേലൂയ പാപികളായിരുന്നപ്പോഴാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന് ഒരു ഇടയുമില്ലാത്ത സ്ഥാനത്ത്, ഒരാസ്ഥാനത്ത് ഹാലേലൂയ ഇതുവരെ കൊണ്ടുവന്ന് രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയെങ്കിൽ, ആമേൻ, കർത്താവിന്റെ പദ്ധതി എത്രയോ വലുതാണ്. ആമേൻ ഹാലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേർക്ക് അത് ആമേൻ ഏറ്റെടുക്കുവാൻ കഴിയുന്നു? ഹാലേലൂയ. ഒരിക്കലും പത്രോസിന്റെ ഒക്കെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുമെന്ന് ആമേൻ ഹാലേലൂയ പത്രോസൊക്കെ ഒരിക്കലും വിചാരിച്ചത് പോലുമല്ല. ഓ ഹാലേലൂയ. ആമേൻ ഹാലേലൂയ.
യോഹന്നാനൊക്കെ ആമേൻ ഹല്ലേലൂയ പത്മോസിന്റെ ദ്വീപിൽ കിടന്ന് സ്വർഗീയ ദർശനം കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചത് പോലുമല്ല. ഓ ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് കൊല്ലുവാൻ വേണ്ടി പത്രോസിനെയൊക്കെ ശിലാസിനെയൊക്കെ ഹല്ലേലൂയ കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടപ്പോഴും ഹല്ലേലൂയ അവർ പുറത്തു വരുമെന്ന് ഒരിക്കലും സ്വപ്നം പോലും കണ്ടതല്ലവർ. ഓ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി അത്ര വലുതാണ്. യെഹെസ്കേലിനെ താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് വസ്തുക്കളോട് പ്രവചിക്കുവാൻ പറഞ്ഞു. അത് ഒരിക്കലും ആമേൻ ഹല്ലേലൂയ യെഹെസ്കേൽ സ്വപ്നം കണ്ടതല്ല. ഓ ഹല്ലേലൂയ. ഇവിടെ നോക്കണം. ഹല്ലേലൂയ. മനുഷ്യർ തള്ളിക്കളഞ്ഞതിനെ, ആർക്കും വേണ്ടാതെ കിടന്നതിനെ ദൈവം എടുത്ത് ഉയർത്തുന്ന എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. വിചാരങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറമാണ് സാന്നിധ്യവും ദൈവത്തിന്റെ അത്ഭുതങ്ങളും. ഇവിടെ ഹല്ലേലൂയ മർക്കോസിന്റെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മാളികയിൽ ഹല്ലേലൂയ വലിയ അത്ഭുതങ്ങൾ നടക്കാനിടയായി. ഇവിടെ നോക്കണം, അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അഗ്നിനാവെന്ന രൂപേണ പരിശുദ്ധാത്മ അവരുടെ മേൽ പതിച്ചപ്പോൾ അവരാള് മാറിയവരെ പോലെ. നമ്മൾ വിശ്വാസികളാണ്, ദൈവമക്കളാണ്. നമ്മൾ ആള് മാറിയിട്ടുണ്ടോ, അതോ പഴയതുപോലെ തന്നെയാണോ? ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെല്ലാം ദൈവത്താൽ പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ടവരാണ്. ആമേൻ ഹല്ലേലൂയ. എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും കണ്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ഭുതം കണ്ടില്ലെങ്കിൽ, പിന്നെ നിൽക്കുന്ന സ്റ്റെപ്പിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. പത്രോസിനെയൊക്കെ മാറ്റിയതുപോലെ, അപ്പോസ്തലന്മാരെ മാറ്റിയതുപോലെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന പൊൻപാത്രമാക്കി മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ പ്രവചിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനങ്ങൾ അത്ഭുതങ്ങളെ ചെയ്യും. ഒരു രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു രോഗികൾക്ക് വേണ്ടി നിങ്ങൾ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കും. എന്തുകൊണ്ടാണ്? ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഈ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ജോസിൽ പാസ്റ്റർത്തൊക്കെ ചോദിച്ചറിയാൻ, ദേവദാസനൊക്കെ ദൈവത്തിന് വേണ്ടി നിന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ പുറത്തു വന്നത് കണ്ടോ? ഹല്ലേലൂയ. ഒരു സമയത്ത് പുറത്തു വന്നത് കണ്ടോ? സുബിൻ ദേവദാസനെയൊക്കെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രസംഗിക്കുന്നവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാത്തവരായിരുന്നു, ആർക്കും ഹല്ലേലൂയ തഴയപ്പെട്ടവരായിരുന്നു, പലരാലും നിന്ദകൾ അനുഭവിച്ചവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കറക്റ്റ് ടൈമിൽ, ദൈവത്തിന്റെ കറക്റ്റ് സമയത്ത് ദൈവം പൊക്കി എടുത്തുകൊണ്ട് വന്നത് കണ്ടോ? ഹല്ലേലൂയ. രാമയും പറഞ്ഞാട്ടെ. നമ്മളെ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് പ്രസംഗിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഓ ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഹല്ലേലൂയ നോക്കണം. പത്രോസൊക്കെ ഒറ്റ പ്രസംഗത്തിൽ, ആ വാക്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. പത്രോസ് വിചാരിച്ചോ എന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുമെന്ന്? സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ ഒറ്റ പ്രസംഗത്തിൽ 3000 മാനസാന്തരപ്പെടണമെങ്കിൽ ഹല്ലേലൂയ അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾ, ആ വചനം, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ ദൈവത്തിന്റെ ശക്തി എത്രയോ വലുതാണ്. ഹല്ലേലൂയ. നമ്മൾ ആരും ചില്ലറക്കാരല്ല. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നതിൽ ഹല്ലേലൂയ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും ഒരുപോലെയാണ് ആമേൻ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പാസ്റ്റർക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ മറ്റൊരാൾക്ക് കുറവാണ്, അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ഒരുപോലെയാണ് എല്ലാവരുടെ മേലും പകർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്കുകൾ ഉരുവിടുവാൻ നിങ്ങൾ ശക്തരാണെങ്കിൽ
നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. നിങ്ങൾ നീർന്ന വിഷയത്തിന്മേൽ നോക്കി പറയണം, പ്രവചിക്കണം. ഹാലലൂയ. അതിനെ നോക്കി പ്രാർത്ഥിക്കണം. നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. ഹാലലൂയ. ഇവിടെ നോക്കണം. ഹാലലൂയ. എല്ലാവരും ഹാലലൂയ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടപ്പോൾ അവർ പ്രവചിക്കുവാൻ തുടങ്ങി, അവർ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. ഹാലലൂയ. ഓ റാബ ഷാറ്റ റീഖാന റബബ. ആമേൻ. ഹാലലൂയ. ഒരു കഴിവുമില്ലാത്തവർ, മീൻ പിടിച്ചു നടന്നവർ, ആമേൻ. ഹാലലൂയ. സമൂഹത്തിൽ വിലയില്ലാത്തവർ, എപ്പോഴും അവരെ കുറ്റം പറയുന്നവർ, അവരുടെ വായിൽ നിന്നും നല്ല വാക്കുകൾ വരുത്തില്ല, അവരുടെ വായിൽ നിന്നും അനാവശ്യ വാക്കുകൾ, ആമേൻ. ഹാലലൂയ, ഹീനമായ വാക്കുകളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവരുടെ ഉള്ളത്തിൽ വന്നപ്പോൾ അവരാള് മാറിയവരെ പോലെ. ഓ ഹാലലൂയ. ആമേൻ. ഹാലലൂയ. നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ പത്രോസിനെയൊക്കെ പിന്നെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാലലൂയ. നമ്മൾ ക്യൂ നിൽക്കണം, പെർമിഷൻ എടുക്കണം. ആ നിലയിലേക്ക് അവർ ഉയരപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹാലലൂയ, പത്രോസിന്റെയൊക്കെ നിഴല് തട്ടി സൗഖ്യമാകണമെങ്കിൽ പത്രോസൊക്കെ ഏത് ലെവലിലേക്ക് വളർന്നിരിക്കുന്നു? പഴയ അവസ്ഥയിൽ നിന്നും, പഴയ മീൻപിടുത്തത്തിൽ നിന്നും, പഴയ ഭാവത്തിൽ നിന്നും, പഴയ രൂപത്തിൽ നിന്നും, ഓ ഹാലലൂയ, എത്രയോ 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 പത്രോസൊക്കെ വളർന്നു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ദേശത്ത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഹാലലൂയ നമ്മൾ ദൈവത്താൽ വളരണം. ആമേൻ. ഹാലലൂയ. ഈ വരുന്നവൻ ഒരു ദൈവ പൈതലാന്ന് പറയത്തക്ക നിലയിൽ, ഇവന്റെ നാവിന്മേൽ അധികാരമുണ്ടെന്ന് പറയത്തക്ക നിലയിൽ, ഒരു കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഹാലലൂയ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ പറയണം, ഇവന്റെ പേരിൽ ഒരു അഭിഷേകമുണ്ട്. ഹാലലൂയ. അതുകൊണ്ടാണല്ലോ പത്രോസൊക്കെ നടന്നു പോകുമ്പോൾ പത്രോസിലൂടെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ആൾക്കാർ വഴിയരിയിലൊക്കെ രോഗികളെ കൊണ്ട് കിടത്തിയത്. എത്ര പേർക്ക് മനസ്സിലാവുന്നു? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ഹാലലൂയ. ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്താൽ, ഒരുപക്ഷെ നിങ്ങൾ കറങ്ങും, ഒരുപക്ഷെ നിങ്ങൾ ചുറ്റും. ഇവിടെ യഹസ്യേൽ പ്രവാചകനെ ആ അസ്ഥിത്താഴ്വരയുടെ നടുവിൽ കൊണ്ട് ചുറ്റിച്ചതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റാൻ ചാൻസ് ഉണ്ട്, ഒരുപക്ഷെ നിങ്ങളൊന്ന് കറങ്ങാൻ ചാൻസ് ഉണ്ട്. ഓ, ഇത് നടക്കത്തില്ല എന്നൊരു ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നിങ്ങൾ പ്രവചിച്ചാൽ, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നിങ്ങൾ ഉരുവിട്ടാൽ, ആമേൻ, ഹാലലൂയ, അത്ഭുതങ്ങൾ നിങ്ങളെ കാണുവാനിടയാകും. ഓ ഹാലലൂയ. അസാധ്യമെന്ന് പറഞ്ഞതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്ന ബോധ്യം നമുക്ക് വേണം. ഹാലലൂയ. ഇവിടെ നോക്കണം, ആ അപ്പോസ്തല പ്രവർത്തികൾ തന്നെ അതിന്റെ ഹാലലൂയ 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം. ആമേൻ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത്, ഇതൊക്കെ എല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്കുകളാണ്, വചനങ്ങളാണ്, പ്രസംഗിക്കുന്നവരാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയൊരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണ് ഈ വചനം ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നത്. രാവിലെ ദേവദാസൻ എന്നെ വിളിച്ചു സംസാരിച്ചു. ഹാലലൂയ. ഞാൻ ഹാലലൂയ ക്യാമ്പിലൊക്കെ മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളാണ്. ദേവദാസൻ അറിയാം. കാരണം ഞാൻ വൈകിട്ട് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാറില്ല. അപ്പോഴും തന്നെ ഞങ്ങൾ ക്യാമ്പിലോട്ട് പോവും. ദേവദാസൻ അറിയാം. അപ്പോൾ വരുമ്പോൾ പിന്നെ 10-11 മണിയൊക്കെ ആവും. ഹാലലൂയ. പിന്നെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഇടയ്ക്ക് വെച്ച് എനിക്ക് കയറാം. പിന്നെ സമയമുള്ളപ്പോഴൊക്കെ ഞാൻ കയറി കാണാറുണ്ട്. ഹാലലൂയ. സ്തോത്രം. ഹാലലൂയ. നിങ്ങൾക്ക് അറിയാമോ സഹോദരങ്ങളെ, ഞാൻ സാക്ഷ്യമായിട്ട് പറയുകയാണ്, ഈ പട്ടണത്തിലൊക്കെ അനേക ആയിരങ്ങൾ ഹാലലൂയ ക്യാമ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ലൈറ്റും നിങ്ങൾ ഈ TV കൂടെയൊക്കെ കാണുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ സിറ്റി കിടക്കുന്നവർക്ക് പോലും അറിയത്തില്ല. അനേകായിരങ്ങളാണ് ഹാലലൂയ പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്നത്. ഹാലലൂയ. ജോലിയില്ല, ഭാരപ്പെടുന്നവർ അനേക പേരുണ്ട്. അവരെ പ്രാർത്ഥിക്കണം. ഹാലലൂയ. പിന്നെ രണ്ടാമത് രോഗികളായി കിടക്കുന്നത്, വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഹാലലൂയ, ആമേൻ, ഹാലലൂയ, വീട്ടിൽ ഫോൺ പോലും വിളിക്കാതെ കിടക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയണം. അവരുടെ ഇടയിലൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ ഒരു സത്യം പറയാം, നമ്മൾ ഈ ബോംബെ തെരുവുകളിലൊക്കെ ചെല്ലത്തില്ലയോ സുവിശേഷം പറയുന്നത്, അതിനേക്കായി കഷ്ടമാണ്. ഹാലലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറണം. നമുക്ക് ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് ബലമുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അവിടെ ചെല്ലുമ്പോൾ ഒരു ചോദ്യം കർത്താവ് ചോദിക്കും.
നിനക്ക് ആരോഗ്യം തന്നു, നിനക്ക് ബലം തന്നു, നിനക്ക് പണം തന്നു, നിനക്ക് വാഹനം തന്നു, സകലതും തന്നു. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഹല്ലേലൂയ. ദൈവം നമ്മുടെ നാവിൽ അധികാരം തന്നിട്ടുണ്ട്. അധികാരത്തോടെ പ്രഖ്യാനം. നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തി ഭാരപ്പെടുന്നെങ്കിൽ, ഹല്ലേലൂയ, അവന് വേണ്ടി സാമ്പത്തികമായി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് വേണ്ടി ഒന്ന് മുട്ടിമേലിരുന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് മനസ്സുണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അതാണ് ദൈവത്തോടുള്ള സ്നേഹം. എനിക്കിവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഏതൊരു വ്യക്തിയെ കണ്ടാലും ഞാൻ സുവിശേഷം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു വ്യക്തിയെ കണ്ടാലും ഞാൻ വെറുതെ വിടത്തില്ല. അത് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, ആമേൻ, ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും, എവിടെയായിരുന്നാലും ഞാൻ സുവിശേഷം പറയും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അന്ത്യകാലമാവാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അനിഷ്ട സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. ഹല്ലേലൂയ. ഇവിടെ നോക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസും യോഹന്നാനും ഇവരെ കൊണ്ട് ഒരു കഴിവില്ലാത്തവരാണ്. അവർ സാധാ മനുഷ്യരാണ്. അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വിദ്യകളോ ഒന്നുമില്ല. അവർ പറയുന്നൊരു പദമാണ്, ഹല്ലേലൂയ, വെള്ളിയും പൊന്നൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അവരിൽ ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. സാധാരണപ്പെട്ടവരാണ്. ഹല്ലേലൂയ. വലിയ സമ്പത്തുള്ളവരൊന്നുമല്ല, മീൻ പിടിച്ച് നടന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടാകും. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു രോഗികളോ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ, വിദ്യാഭ്യാസത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കയ്യിൽ ഒന്നും കാണത്തില്ല. ഒരുപക്ഷെ നമുക്കൊന്നും ഇല്ലാത്തവരായിരിക്കാം. എന്നാൽ നമുക്കൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ പറയും, ഹല്ലേലൂയ, ഈ ദൈവത്തെ അറിഞ്ഞതാണ് എൻ്റെ സമ്പത്ത്. ഈ ദൈവത്തെ അറിയാതിരുന്നെങ്കിൽ എന്നേ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയങ്ങൾ കടന്നുപോയി. ഈ ദൈവത്തെ അറിഞ്ഞതാണ് നമ്മുടെ മഹാഭാഗ്യം. ഒരു ഭാഗ്യക്കുറി അടിക്കുന്നതല്ല മഹാഭാഗ്യം. അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ വലിയൊരു പദവി ലഭിക്കുന്നതല്ല ഭാഗ്യം. അല്ലെങ്കിൽ എനിക്ക് വലിയ ഉന്നത പദവികൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ച് ആമേൻ സുവിശേഷം പറയുന്നതല്ല ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത്. മഹാഭാഗ്യം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനെ അറിഞ്ഞതാണ്. ഈ ദൈവത്തെ അറിഞ്ഞതാണ് മഹാഭാഗ്യം. ആമേൻ ഹല്ലേലൂയ. ഇവിടെ നോക്കണം. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും പറയുകയാ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ശരിയാണ്, അവരുടെ കയ്യിൽ ഒന്നുമില്ല. ചില സമയങ്ങളൊക്കെ നമ്മുടെ കയ്യിലും ഒന്നും കാണത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യും? യേശുവിന്റെ നാമത്തിൽ, അവർ കൊടുക്കാനൊന്നുമില്ല, ഉണ്ടെങ്കിൽ കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ യേശുവിന്റെ നാമം നമ്മുടെ കയ്യിലുണ്ട്. സകല നാമത്തിനും മേലായ നാമം, അത്യുന്നതന്റെ നാമം. ആ നാമത്തിന്റെ മുന്നിൽ സകല മുഴങ്കാലുകളും മടങ്ങും. ഓ റബൽ ഘടകതനക ശന്തരാധനാരഘടക. ആ നാമം പറയുമ്പോൾ കണ്ടല്ലോ, ഓ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ആ യേശുവിന്റെ നാമം മേലായ നാമം. അതിന് മേളിലൊരു നാമമില്ല. അതുകൊണ്ടാണ് സുന്ദരം എന്ന ദേവാലയം, ആ ദേവാലയത്തിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ച, സുന്ദരം എന്നാണ്. കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ അകത്ത് കയറാനുള്ള അവസരമില്ല. പേര് സുന്ദരം എന്നാണ്. അതുകൊണ്ട് ചേർത്ത് പറയണമല്ലോ. കാണാനൊക്കെ സുന്ദരനാണ്, കാണാനൊക്കെ സുന്ദരിയാണ്, പക്ഷേ ദൈവത്തിന്റെ ആത്മാവില്ല. ഇവിടെ കാണാൻ സുന്ദരം എന്നൊരു ദേവാലയമാണ്. എൻ്റെ പേര് തന്നെ സുന്ദരം എന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സുന്ദരം എന്ന ദേവാലയത്തിനകത്ത് കയറുവാൻ കഴിയാതെ അതിന്റെ പടിവാതിക്കൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. എത്രയോ, ഞാനത് കൂട്ടിച്ചേർത്ത് പറയാം, എത്രയോ ദൈവമക്കൾ നല്ല പ്രസംഗിക്കുവാൻ കഴിവുള്ളവരുണ്ട്, പ്രാർത്ഥിപ്പാൻ കഴിവുള്ള, ഒരു അവസരം പോലും കൊടുക്കാതെ എത്രയോ എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്തവനെ പിടിച്ചു കയറ്റും. ഓ ഹല്ലേലൂയ. ഒരു കഴിവില്ലാത്തവനെ ഫ്ലാറ്റോമി കയറ്റും.
ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സുന്ദരമെന്നാണ്. പക്ഷേ രണ്ടുപേരവിടെ വന്നു, അവരെ കയ്യിൽ ഒന്നുമില്ല. അവർ പറയുന്ന പദമാണ് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കും. ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ഒരാൾ ഒരു വീട്ടിലൊരു അഭ്യർത്ഥനയുമായി വരുമ്പോൾ പലരും അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഞങ്ങളിൽ ഒന്നുമില്ല സഹോദരൻ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. മതി, ആ പ്രാർത്ഥന മതി. ഉണ്ടെങ്കിൽ കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. ഉണ്ടായിട്ട് കയ്യിൽ വെച്ചിട്ട് മക്കളെ ഞാൻ പ്രാർത്ഥിച്ചോളാം, സഹോദരൻ ഞാൻ പ്രാർത്ഥിച്ചോളാം, ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല. ഹല്ലേലൂയ. അത് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവിടെ അത്ഭുതം നടക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവിടെ ഹല്ലേലൂയ പത്രോസും യോഹന്നാനും പറയും, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. അവരുടെ കയ്യിൽ കൊടുക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് വരിക. ആമേൻ. അവിടെ സാധ്യതകളില്ല. ഹല്ലേലൂയ. ഒരിക്കലും അവിടെ ഒരു സാധ്യതയുമില്ല. കാരണം എന്റെ രണ്ടാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനായിരുന്നു. അമ്മയുടെ ഗർഭം മുതൽ. ആമേൻ. ഹല്ലേലൂയ. അവൻ ഉരുവാകും മുമ്പേ മുടന്തനായിട്ടാണ് ഭൂമിയിൽ വന്നത്. ഒരു സാധ്യതയുമില്ല. അംഗവൈകല്യത്തോടെയാണ് വന്നത്. എന്നാൽ സാധ്യത ഇല്ലാത്തടത്ത് ഒരിക്കലും ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ആമേൻ. ഹല്ലേലൂയ. എന്റെ ഒരു ഭാഷയിൽ പറയുകയാണ്, അവിടുത്തെ പുരോഹിതന്മാർ വിചാരിച്ചാണ് ഇനി ഇവൻ ഇങ്ങനെ തന്നെ ഇരിക്കത്തോളൂ. പലരും നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്, ഇവൻ ഇങ്ങനെ പോകത്തോളൂ, ഇവന് ശുശ്രൂഷയൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇവനെ ഹല്ലേലൂയ ഇവൻ ഇങ്ങനെ തന്നെ നടക്കും, ഇവൻ ഈ ഗതിയിലേ നടക്കും, ഇവൻ ഇങ്ങനെ പോകത്തോളൂ എന്നൊക്കെ പലരും നമ്മളെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ വിചാരിച്ചവരുടെ മുന്നിൽ ഇവൻ ഇനി ഉയരത്തില്ല, ഇനി ഇവൻ മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു വാദിച്ചവരുടെ മുന്നിൽ ദൈവം എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തിട്ടുണ്ട്. ആമേൻ പറയാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആമേൻ, ഒരു വ്യക്തിക്കും ജോസഫ് ബ്രദറെ ഞാനൊരു ദൂത് നിങ്ങൾക്ക് വേണ്ടി പറയാം, ദേവദാസ ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം ശക്തമായി കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. നിങ്ങൾ സഞ്ചരിക്കാത്ത രാജ്യങ്ങൾ കാണത്തില്ല. ദൈവത്തിന് വേണ്ടി ദൈവം കാലഘട്ടത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആ സാധ്യത ഇല്ല, ഒരിക്കലും സാധ്യതയില്ല. എന്നാൽ സാധ്യതകൾ ഇല്ലാത്തടത്ത് സാധ്യതകളെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെയാണ്, ഒരിക്കലും സാധ്യതയില്ല. എന്നാൽ ഹല്ലേലൂയ പത്രോസും യോഹന്നാനും ഒരു കഴിവുമില്ലാത്തവരാണ്, അവർക്കൊരു കഴിവുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവർ ചേർന്ന് നിന്നപ്പോൾ, അവർ ഒരുമിച്ച് നിന്നപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ ആമേൻ. അവർ പറയുന്ന ഒരു പദമുണ്ട്, വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങൾക്ക് തരാനില്ല, എന്നാൽ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഒരു ഉറപ്പ് തരാം, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഒരു മനസ്സുണ്ടാകണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കണം. ഹല്ലേലൂയ. അസ്ഥികളെ നോക്കി പ്രവചിക്കണം, നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഭാരപ്പെടുന്നവരെ നോക്കി പ്രവചിക്കണം, ദുഃഖിച്ചിരിക്കുന്നവരെ നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. കടഭാരത്തിൽ വലയുന്നവരെ നോക്കി നിങ്ങൾ പ്രവചിക്കണം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ.
ഓ, അങ്ങനെ എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ, ഞാൻ പഴയതുപോലെയല്ല, എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു മാറ്റം വേണം, ശുശ്രൂഷയിൽ ഒരു മാറ്റം വേണം, എന്റെ ജോലിയിൽ ഒരു മാറ്റം വേണം, എന്റെ സഭയ്ക്കകത്തൊരു മാറ്റം വേണം, എന്റെ ചുറ്റുവട്ടത്തൊരു മാറ്റം വേണം, ഞാനായിരിക്കുന്ന പട്ടണങ്ങളിൽ ഒരു മാറ്റം വേണം. ഹല്ലേലൂയ. അങ്ങനെ ഇന്നൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൽ ഇടയാകും, വലിയ വിടുതലുകൾ നിങ്ങൾ കാണുവാനിടയാകും. ഓ റാബ ഷാത്ത റീഖാന റാബ ശാന്ത റീബ ലഖാന റബാബ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ആമേൻ. ഹല്ലേലൂയ. സാധ്യതയില്ലാത്തടത്ത് എന്റെ ദൈവം സാധ്യതകളെ കൊണ്ടുവരുന്നതിനാൽ വാഴ്ചയാണ്. സാധ്യതയില്ലാത്തടത്ത് സാധ്യതകളെ കൊണ്ടുവരുന്ന ദൈവം ഒരിക്കലും ഉയരത്തില്ല എന്ന് പറഞ്ഞെടുത്ത്, ഒരിക്കലും ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, നിങ്ങൾ പ്രവചിച്ചു തുടങ്ങുമ്പോൾ, ഓ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഈ പ്ലാറ്റ്ഫോമിനകത്ത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാനൊരു കാര്യം, ഒരു ഉറപ്പ് തരാം നിങ്ങൾക്ക്. വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. നിങ്ങളെ വിളിച്ചിറക്കിയെങ്കിൽ, താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തിയെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, അവൻ നിങ്ങൾ കാണെ ആസ്തികളെ ജീവിപ്പിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ഒരു അത്ഭുതം നിങ്ങളെ നടുവിൽ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിനെ ഞാനിത് പറയുകയാണ്. ഓ, ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. എസക്കേലിനെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. പത്രോസിനെയും യോഹന്നാനെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. അപ്പോസ്തലന്മാരെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. അവന് ചില പദ്ധതികൾ ചെയ്യാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ദേശത്ത് നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചിറക്കിയത് വെറുതെ അല്ല മക്കളെ. ഈ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവന്നത് വെറുതെ അല്ല മക്കളെ. ഓ, വിശ്വാസ ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ നീറുന്ന വിഷയത്തിനകത്ത് എന്റെ കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. ആമേൻ, ഹല്ലേലൂയ. ഒരു ആമേൻ പറയണം. ഇതിനൊരു ആമേൻ പറയണം. കാരണം നമ്മൾ വിചാരിക്കും നമ്മളെ വിളിച്ചിറക്കി വെറുതെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ ദൈവമേ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഹല്ലേലൂയ, കർത്താവേ, എന്നെ വിളിച്ചത് ഇതിനാണോ? എനിക്ക് കഷ്ടത അനുഭവിക്കാനാണോ? അല്ലെങ്കിൽ ഹല്ലേലൂയ, ആൾക്കാരുടെ മുന്നിൽ, ഹല്ലേലൂയ, നിന്ന പാത്രമാകാനാണോ? അല്ലെങ്കിൽ എന്നെ കടഭാരത്തിൽ കൊടുക്കാനാണോ? അല്ലെങ്കിൽ എന്നെ രോഗിയാക്കാനാണോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. നോ നോ നോ, അതല്ല. കർത്താവിന് ചിലതിനെ ജീവിപ്പിക്കുവാൻ, ചിലതിനെ വിടുവിക്കുവാൻ, നിങ്ങളുടെ പട്ടണത്തെ വിടുവിക്കുവാൻ, നിങ്ങളുടെ സഭയെ വിടുവിക്കുവാൻ, നിങ്ങളായിരിക്കുന്ന ദേശത്തെ വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനാണ് നിങ്ങളെ വിളിച്ചിറക്കിയത്. ഒരുപക്ഷെ നിങ്ങളൊന്ന് ചുറ്റിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ, ആമേൻ, അസ്ഥിയുടെ താഴ്വരയിൽ 1 or 2 പ്രാവശ്യം ഒന്ന് ചുറ്റി നടന്നിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത്. ദൈവത്തിന്റെ വാക്കുകൾക്കനുസരിച്ച് നിങ്ങൾ ചെവി കൊടുത്ത് പ്രവചിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പട്ടണത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന്. ഓ, ഹല്ലേലൂയ. റബലഘടകദന ശന്തരാധനാരഘടക. യേശുവിന്റെ നാമത്തിൽ ആമേൻ, അത്ഭുതങ്ങൾ കാണുവാൻ, അത്ഭുതങ്ങൾ നടക്കുവാൻ, ആമേൻ, പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ, റിബാല ഹഡക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ആമേൻ, നിങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ അവിടെ കൈവച്ച് പ്രവചിക്ക്. ആമേൻ, നിങ്ങൾ കടഭാരത്തിലാണെങ്കിൽ ആ കടഭാരത്തെ നോക്കി പ്രവചിക്ക്. ആമേൻ, നിങ്ങളുടെ ശുശ്രൂഷയെ, ആമേൻ, ഹല്ലേലൂയ, ഒന്ന് നോക്കി പ്രവചിക്ക്. അത് ജീവൻ വയ്ക്കാൻ പോവുകയാണ്. എവിടെയാണ് തളർന്നു കിടക്കുന്നത്? എവിടെയാണ്, ആമേൻ, ഉയരത്തിലാണ് വാദിക്കുന്നത്? എവിടെയാണ് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവ അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ, ആമേൻ, ഈ ദൂതിനെ ഏറ്റെടുക്കുന്നു? ഇരുവരെ ഹടകതനക. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ, ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. അസ്ഥികളെ നോക്കി പ്രവചിക്ക്. ആമേൻ, രോഗമുള്ള ഭാഗത്തെ നോക്കി പ്രവചിക്ക്. കടഭാരത്തെ നോക്കി പ്രവചിക്ക്.
നിങ്ങളുടെ വേദനയെ നോക്കി ഒന്ന് പ്രവചിക്ക്, നിങ്ങളുടെ തലമുറയെ നോക്കി ഒന്ന് പ്രവചിക്ക്, നിങ്ങളുടെ ജോലിയെ നോക്കി ഒന്ന് പ്രവചിക്ക്, നിങ്ങളുടെ ദൈവദാസന്മാരെ നോക്കി ഒന്ന് പ്രവചിക്ക്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആ ദേശത്തെ നോക്കി ഒന്ന് പ്രവചിക്ക്. നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. Oh Rababa, oh Shanta Rikalaba, Shata Rikana Rababa. Amen. Hallelujah. ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിവില്ലായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് പണമില്ലായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റാരെയൊന്ന് സഹായിക്കുവാൻ നിങ്ങളുടെ ക്യാഷ് ഇല്ലായിരിക്കാം, ബാങ്ക് ബാലൻസ് ഇല്ലായിരിക്കാം, ഒരു പക്ഷേ ഹല്ലേലൂയ നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങൾ അപമാനിതനായിരിക്കാം. എങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് നിങ്ങളൊന്ന് പ്രവചിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ നീറുന്ന, നിങ്ങൾ ക്ഷമിക്കുന്ന ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ അവൻ നമ്മുടെ ദേവദാസനെ നോക്കി പ്രവചിച്ച്, അവൻ നമ്മുടെ ദേവദാസനെ നോക്കി പ്രവചിച്ച് ലോക രാജ്യങ്ങളിലേക്ക് ദേവദാസൻ പോകട്ടെ. ലോക രാജ്യങ്ങളിലേക്ക് ദേവദാസൻ സഞ്ചരിക്കട്ടെ. അനേകായിരങ്ങൾക്ക് ആശ്വാസമായി മാറട്ടെ, അനേകായിരങ്ങൾക്ക് വിടുതലായി മാറട്ടെ. ഒന്ന് പ്രാർത്ഥിച്ച് പ്ലാറ്റ്ഫോമിനെ നോക്കി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ അനേകായിരങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യട്ടെ. അനേകായിരം ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നവരുടെ വിഷയത്തിന്റെ മേലൊന്ന് പ്രവചിച്ച്, ഹല്ലേലൂയ ഇതിനകത്ത് നീർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി പ്രവചിച്ച്, ആമേൻ ഹല്ലേലൂയ എന്റെ ദൈവം ഈ ടൈം റൈറ്റ് ടൈമിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ പോവുകയാണ്. നിങ്ങൾ നീറുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തെ അതൊക്കെ പ്രവചിക്ക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ഉറപ്പ് തരാം. ദൈവത്തിന്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുത്താൽ, ദൈവത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചാൽ, ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ വാക്കുകൾ കേട്ട് നിങ്ങൾ പ്രവചിക്കുവാൻ തുടങ്ങിയാൽ, ഇന്ന് എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. നാളെയല്ല ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ റൈറ്റ് ടൈം. ഹല്ലേലൂയ ഹല്ലേലൂയ. വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങൾക്കില്ല. ആമേൻ. അസാധാരണമായ കാര്യങ്ങൾ, ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവദാസനെ കൊണ്ട് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിനകത്ത് വരുന്ന ദൈവദാസന്മാരെ ശക്തമായി ഉപയോഗിക്കുമെന്ന് ദൈവാത്മാവ് പ്രവചിക്കുകയാ. ഭാരപ്പെടുന്ന ആരൊക്കെയോ ഈ വചനം കേൾക്കുന്നുണ്ട്. വേദനയോടെ ഇരിക്കുന്ന ആരൊക്കെയോ ഈ വചനം കേൾക്കുന്നുണ്ട്. ആമേൻ. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആമേൻ വിചാരിച്ചിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ആമേൻ. അവരെ നോക്കി ഞാൻ പ്രവചിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ നീറുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ എന്റെ ദൈവം ഇപ്പോൾ തന്നെ, ഇപ്പോൾ റൈറ്റ് ടൈം, യേശുവിന്റെ നാമത്തിൽ അത് അത്ഭുതമായി മാറട്ടെ. ഹല്ലേലൂയ. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ, അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. ദൈവത്തോട് നിലവിളിച്ച് ഹല്ലേലൂയ. എവിടെയാണ് നിരപ്പാകേണ്ടത് അവിടെ നിരപ്പാകുവാൻ ദൈവത്തോട് പറഞ്ഞേ, ഹല്ലേലൂയ. വിശുദ്ധീകരിക്കേണ്ടത് എവിടെയാണ് അവിടെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തോട് പറഞ്ഞേ. ആമേൻ. എല്ലാ ആമേൻ ഹല്ലേലൂയ വരണ്ട അവസ്ഥകളും മാറട്ടെ. എല്ലാ വരണ്ട അവസ്ഥകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ വരണ്ട അവസ്ഥകൾ ഇപ്പോൾ തന്നെ, ആരൊക്കെയോ വരണ്ട അവസ്ഥകളിലൂടെ പോകുന്നു, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മാറട്ടെ. ആമേൻ ഹല്ലേലൂയ. അണ പൊട്ടി ഒഴുകുന്നത് പോലെ ഒരു അനുഗ്രഹം അവരുടെ മേൽ ചൊരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ആ വാക്കിനെ ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥിച്ചോ. രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ ദൈവം സൗഖ്യമാക്കുകയാ. പ്രവചിക്കുക, അതിനെ നോക്കി പ്രവചിക്കുക. വിട്ടുമാറട്ടെ. രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ തന്നെ മേഖലയെ നോക്കി പ്രാർത്ഥിച്ച് യേശു അപ്പൻ എടുത്തു മാറ്റുകയാ. ഒരു വഴികളെ തുറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ കുടുംബ വിഷയങ്ങളുമായി ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ വിഷയത്തെ നോക്കി പ്രവചിക്ക്. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്ലാറ്റ്ഫോം അവനകത്തുള്ള കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ഒരുമിച്ച് വരികയാപ്പാ. കർത്താവേ, ഒരു നീർന്ന വിഷയം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ സകലതും അറിയുന്ന ഒരു തമ്പുരാൻ, സകലതും അറിയുന്ന ഒരു ദൈവം എന്നും ജീവിക്കുന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ ദൈവം, അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ചതുപോലെ ഇതിനകത്ത് വരണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം ഇന്ന്
ഇന്ന് തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവെ, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനകത്ത് കടന്നു വന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക ഞങ്ങളുടെ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തന്റെ മകനെ ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കണേ കർത്താവെ. രാജ്യങ്ങളിലേക്ക് അങ്ങ് ഉപയോഗിക്കുമാറാകണമേ, പട്ടണങ്ങളിലേക്ക് ഉപയോഗിക്കുമാറാകണമേ കർത്താവെ. ശക്തമായ ഒരു അധികാര കൈമാറ്റം എന്റെ കർത്താവ് കൈമാറുന്നതിനായി സ്തോത്രം കർത്താവെ. അനേകായിരങ്ങൾക്ക് വിടുതലായ ആശ്വാസമായി തീരുവാൻ തന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കണം കർത്താവെ. പത്രോസിന്റെ നിഴല് തട്ടി സൗഖ്യമായെങ്കിൽ കർത്താവെ, അതുപോലെ ഉള്ള ഒരു അഭിഷേകത്തിന്റെ തീ ഈ മകന്റെ മേൽ, അഭിഷിക്തന്റെ മേൽ ചലിക്കട്ടെ കർത്താവെ. ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അത്ഭുതം നടന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദേവദാസനെ ഇത്രയും നേരം ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ദൈവവചനം പറയുവാൻ അവസരം തന്നെ നന്ദി പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും സുവിൻ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കിതൊരു സന്തോഷമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പറയുവാൻ സ്വർഗത്തിൽ അപ്പൻ ഇടയാക്കി, എന്നെയും ബലപ്പെടുത്തി. എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്കൊരു മകനുണ്ട്, ഒരു മകളുണ്ട്, വൈഫിൻ്റെ കൂടെയുണ്ട്. ഞങ്ങളിവിടെ ശുശ്രൂഷയിലാണ്, ക്യാമ്പിലൊക്കെ ഉള്ള മിനിസ്ട്രിയാണ്. നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായും സമൃദ്ധിയായും അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.